ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെയും മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3-നും KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29-നും വിധി പറയും. ഇരുവർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സുധീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധീഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ വാദം പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഉയർന്നത്? ഇന്ന് രാവിലെയാണ് എൻ വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചത്. ഏറെ നേരം നീണ്ടുനിന്ന വാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കേസ് വിധി പറയുന്നത്. തീയതികൾ മാറ്റിവെച്ചുകൊണ്ട് വിജിലൻസ് കോടതി തീരുമാനം അറിയിച്ചിരിക്കുന്നത്. എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ കൃത്യമായ വാദം പൂർത്തിയായതോടുകൂടി ഡിസംബർ 3-ന് വാദം പറയാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജാമ്യാപേക്ഷയിലാണ്. ഒപ്പം തന്നെ KS ബൈജുവിൻ്റെ ജാമ്യാപേക്ഷയിൽ 29-ന്, അതായത് ശനിയാഴ്ച വിധി പറയാനും കോടതി ഈ കേസിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച ഒരു ഇക്കാര്യങ്ങൾ നിരത്തി എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച ചില കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ, എൻ വാസു വിരമിച്ചതിന് ശേഷമാണ് ഈ ശബരിമലയിലെ ഈ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്ന് ഒരു പ്രതിഭാഗം ഈ വിജിലൻസ് കോടതി മുമ്പാകെ വാദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വാസു വിരമിച്ചതിന് ശേഷം, അതായത് അദ്ദേഹം മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന ആ സമയത്ത് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷമാണ് ഈ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു സ്വർണ്ണ കള്ളക്കടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയിലോ ഒന്നും തന്നെ വാസുവിന് ഒരു കൃത്യമായ പങ്കുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതിഭാഗം, അത്തരത്തിലൊരു കാര്യമാണ് കോടതി മുൻപാകെ വാദിച്ചത്. ഒപ്പം തന്നെ ബോർഡിൻ്റെ ഉത്തരവിറങ്ങിയപ്പോഴും, അതായത് ഇത് മാറ്റം കൊണ്ടുപോകണം അല്ലെങ്കിൽ കട്ടിളപ്പാളികൾ മാറ്റി പുതിയ സ്വർണം ചാർത്തണം എന്ന രീതിയിൽ ബോർഡിൻ്റെ ഉത്തരവിറങ്ങുമ്പോൾ പോലും വാസു ചുമതലയിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാസു വിരമിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രതിഭാഗ വാദം, ഈ ഒരു വാദം കൃത്യമായി മുൻനിർത്തിക്കൊണ്ടായിരുന്നു വാസുവിൻ്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി മുമ്പാകെ പ്രതിഭാഗം വെച്ചത്. പക്ഷേ വാസുവിൻ്റെ അറിവോടെയല്ല ഇത് നടന്നതെന്നുള്ള പ്രതിഭാഗ വാദത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ ചില കാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ, കൃത്യമായ ചില ഇതിൽ ശ്രദ്ധേയമായ ചില കണ്ടെത്തലുകൾ നിരത്തിക്കൊണ്ട് തന്നെ അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത്. അന്വേഷണം ഏകദേശം ഒരു നിർണായക ഘട്ടത്തിലൂടെ, ഈ കേസിൻ്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലൂടെയും നിർണായകമായ ചില അറസ്റ്റുകളിലൂടെയും ഒപ്പം ചോദ്യം ചെയ്യലുകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ കേസിലെ ഒരു പ്രധാന ആരോപണ വിധേയന അല്ലെങ്കിൽ പ്രധാന ഒരു പ്രതി ഭാഗത്ത് നിൽക്കുന്ന എൻ വാസുവിനെ പോലെ ഒരാൾക്ക് ജാമ്യം നൽകുന്നതിനോടുകൂടി ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ ഒരു കൃത്യത അല്ലെങ്കിൽ കൂടുതൽ കൃത്യതയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല എന്ന തരത്തിലായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യം ഒരു കാരണവശാലും നൽകരുത് എന്ന പ്രോസിക്യൂഷൻ്റെ വാദം കൂടി കോടതി പരിഗണിച്ചു. എങ്കിൽ പോലും ഈ പ്രതിഭാഗം ഉന്നയിച്ച ഈ വാസുവിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. ഈ സമയങ്ങളിൽ വാസു ആ സ്ഥാനത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാസു ഈ ഗൂഢാലോചനയുടെ ഭാഗമോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്കാര്യങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരും മറ്റു കൂട്ടാളികളും മുന്നോട്ട് പോകുമ്പോൾ വാസുവിന് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വാസു ഒന്നും അറിയാതെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട് ഇദ്ദേഹം ജയിലിലേക്ക് പോയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസുവിന് ജാമ്യം അനുവദിക്കണം എന്ന പ്രതിഭാഗത്തിൻ്റെ ആവശ്യവും കോടതി മുമ്പാകെ എത്തി. ഈ ഒരു കേസിലാണ് കോടതി ഇപ്പോൾ ഡിസംബർ 3-ന് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയാം എന്ന തരത്തിൽ ഈ കേസ് മാറ്റുകയുണ്ടായത്. മറ്റൊന്ന്, ഈ ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ മുൻ തിരുവാഭരണ കമ്മീഷനായിരുന്ന ബൈജുവിൻ്റെ ജാമ്യാപേക്ഷയാണ്. ബൈജുവിൻ്റെ ജാമ്യാപേക്ഷയിലും വാദം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ആ ജാമ്യാപേക്ഷയും ഒരു 29-ന്, അതായത് വരുന്ന ശനിയാഴ്ച ഈ ബൈജുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാം എന്ന തരത്തിൽ ആ കേസും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ മുരാരി ബാബു കൈമാറിയ ഈ കത്ത് ഉചിതമായി തീരുമാനമെടുക്കുന്നതിന് ബോർഡിന് കൈമാറുക മാത്രമാണ് വാസു ചെയ്തത് എന്ന ഒരു പ്രതിഭാഗത്തിൻ്റെ വാദം കൂടി ഇതിനിടയ്ക്കുണ്ടായി. അപ്പോൾ മുരാരി ബാബു ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ തീരുമാനമെടുക്കണം എന്ന തരത്തിൽ ഒരു കത്ത് ഉണ്ടായിരുന്നു. ആ കത്ത് മുരാരി ബാബുവിന് കൈമാറുന്ന കാര്യത്തിൽ വാസു ഒരു ഇടപെട്ടു എന്ന തരത്തിൽ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നൊരു വാദം ഉണ്ടായി. പക്ഷേ അത്തരത്തിലൊരു വാദം
വിവാദം വന്നപ്പോൾ അതിനെ ഒരു ശുപാർശയായി ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. മുരാരി ബാബു ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ദേവസ്വം മുൻ കമ്മീഷണർ ഇത്തരത്തിലൊരു കത്ത് കൈമാറിയത്. പക്ഷേ ആ കത്തിൽ എന്ത് തീരുമാനമെടുക്കാം എന്നുള്ളത് മുരാരി ബാബുവിന് സ്വന്തമായി തീരുമാനിക്കാം. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് തീരുമാനിക്കാം എന്നുള്ള ഒരു നിർണായകമായ ഒരു ഘട്ടം കൂടിയായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ കൂടി വാസു നിരപരാധിയാണ് എന്നൊരു പ്രതിഭാഗം വാദിച്ചു. അതിനെ ഒരു ശുപാർശയായി കാണേണ്ടതില്ലെന്നും ഈ പ്രതിഭാഗം ഇതിൽ ഈ വിജിലൻസ് കോടതി മുമ്പാകെ പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുരാരി ബാബുവിൽ നിന്നുമൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് വാസു ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ കട്ടളപ്പാലിയിലും മറ്റുമൊക്കെ തന്നെ കാര്യങ്ങളിലും സ്വർണ്ണ പൂശുന്ന കാര്യത്തിലും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഈ വാസുവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഇതിനകത്ത് കൃത്യമായ ചില നീക്കുപോക്കുകൾ നടത്തിയെന്ന മുരാരി ബാബുവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ അത്തരത്തിലൊരു മൊഴി കൊടുത്തിരുന്നു. ആ മൊഴിയെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് വാസുവിൻ്റെ അഡ്വക്കേറ്റ് ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ചത്. കാരണം മുരാരി ബാബുവിന് ഒരു കത്ത് കൈമാറിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ മുരാരി ബാബുവിന് കൃത്യമായി അന്വേഷിച്ച് അതിനകത്തൊരു തീരുമാനമെടുക്കാം എന്നിരിക്കെ അത് ചെയ്തില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് വാസുവിൻ്റെ അഡ്വക്കേറ്റ് ഇവിടെ ഉന്നയിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതൊരു ശുപാർശയോ മറ്റൊന്നും ആയിരുന്നില്ല. അത് കൃത്യമായ നടപടി അദ്ദേഹത്തിന് അന്വേഷിച്ച് അല്ലെങ്കിൽ അത് കൃത്യത വരുത്തിക്കൊണ്ട് ചെയ്യാമായിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാസു ഇതിലൊന്നും തന്നെ പെടുന്ന ഒരാളല്ല എന്ന തരത്തിലായിരുന്നു വാസുവിനെ പൂർണ്ണമായും ഈ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ജാമ്യം അനുവദിക്കണം, ഈ കേസിൽ ജാമ്യം അനുവദിക്കണം എന്ന ഒരു പ്രതിഭാവം ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആവശ്യങ്ങളൊക്കെ തന്നെ അന്വേഷണ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും ഹാജരായ പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം കേസുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടങ്ങളിലൂടെയും നിർണായക വിവരങ്ങൾ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട പുതിയ തലങ്ങളിലേക്കുമൊക്കെ കടന്നു പോകുന്ന ഏകദേശം കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്ന സമയങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാസുവിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ സാരമായി ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു കാര്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ കേസിൽ വിധി പറയുന്നതാണ് ഇപ്പോൾ ഡിസംബർ 3 വരുന്ന അടുത്ത ആഴ്ചയിലേക്ക് ഈ കേസ് മാറ്റിക്കൊണ്ടാണ് വിജിലൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിൻ്റെ പറയുന്ന ആരോപണങ്ങളെ വാസുവിൻ്റെ അഡ്വക്കേറ്റ് പൂർണ്ണമായും നിരാകരിക്കുന്നു. പ്രധാനമായും വാസുവിനെതിരെ ആരോപണം ഉന്നയിച്ചത് മുരാരി ബാബു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കാണ് ഇപ്പോൾ പ്രധാനമായും അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ മുരാരി ബാബു പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ടായിരുന്നു SIT സംഘം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വാസുവിലേക്ക് അറസ്റ്റും തന്നെ കടന്നു വന്നത്, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുരാരി ബാബു പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിഭാഗത്തിൻ്റെ ശ്രമവും ഇന്ന് വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മറ്റൊന്ന് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പത്മകുമാറിൻ്റെ കസ്റ്റഡി അപേക്ഷ അത് നാളെ വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ആ കസ്റ്റഡി അപേക്ഷയിൽ എന്ത് തീരുമാനമെടുക്കാമെന്ന് നാളെ അറിയാൻ പറ്റും. കാരണം പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഈ അപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. കാരണം കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്, വാസുവിൻ്റെ കസ്റ്റഡി അപേക്ഷ SIT ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ, അതായത് ഒരു ദിവസം കൊണ്ട് ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പുവരുത്താം എന്നുള്ള SITയുടെ നിർദ്ദേശം അല്ലെങ്കിൽ SITയോട് ആ കാര്യങ്ങൾ ആരാഞ്ഞതിനു ശേഷമാണ് വിജിലൻസ് കോടതി ഒരു ദിവസം ഈ ഒരു സമയം അനുവദിക്കുകയും വാസുവിനെ കൊല്ലത്തെ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ചെയ്തത്. അത്തരത്തിൽ വീണ്ടും പത്മകുമാറിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം SIT ഉന്നയിക്കുന്നു. അത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ അവർ നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട്. വിജിലൻസ് കോടതി മുൻപാകെ പത്മകുമാറിനെ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ വാസുവിനെയും മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29 വിധി പറയുന്നത്. ഇരുവർക്കും ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദം.